ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു പ്രഗ്നൻസി ജേണിയുടെ കഥ പറയാനാണ്. അപ്പോൾ എന്നെ അറിയുന്ന പലരും വിചാരിക്കും ഇവൾക്കിപ്പോൾ എന്ത് പ്രഗ്നൻസി സ്റ്റേജിലെ കഥ പറയാനാണ്, എന്താ പറയുക, അവളുടെ കുട്ടികളൊക്കെ വലുതായല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. സത്യമാണ്. എൻ്റെ മൂത്ത മോന് 12 വയസ്സായി, മോൾക്ക് 5 വയസ്സായി, 7 വയസ്സിൻ്റെ ഡിഫറൻസ്. പക്ഷെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഈ 12 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് മോനെ പ്രഗ്നൻ്റ് ആയ സമയത്തുള്ള എൻ്റെ പ്രഗ്നൻസി പീരീഡാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ഇത്രയും ഓർത്ത് വെച്ച് 12 വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ പ്രഗ്നൻസി ജേണി നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെങ്കിൽ അതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പ്രഗ്നൻസി, എല്ലാവരും ഡെലിവറി സ്റ്റോറിയൊക്കെ ഇടുന്നുണ്ടെങ്കിലും എനിക്ക് ഡെലിവറി സ്റ്റോറിയേ അല്ല പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രഗ്നൻസി ജേണിയാണ്. പ്രഗ്നൻസി ജേണി എന്ന് പറയുമ്പോൾ 12 വർഷങ്ങൾക്ക് ഇപ്പുറം ഞാനത് അതേ രീതിയിൽ ഓർത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ ചുറ്റുമുള്ളവരും എൻ്റെ കൂടെയുള്ളവരും ആ ഒരു 10 മന്ത്സ് 9.5 മന്ത്സ് എത്ര അനുഭവിച്ചിട്ടുണ്ടായിരിക്കും, എന്തൊക്കെയാണ് അവർ തരണം ചെയ്തതെന്നൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, വാ. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് സാധാരണ അറിയാം, നമുക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മളത് പ്രഗ്നൻസി സിംറ്റംസ് നമ്മളിൽ ഉണ്ടാവുക നമ്മൾ വായിച്ചും കേട്ടും അനുഭവിച്ചുമുള്ള അറിവിൽ എല്ലാവർക്കും അറിയാം. നമ്മൾ ചിലർ അറിയുന്ന പോലും ഉണ്ടല്ലോ, സിംറ്റംസ് ഒന്നും ഇല്ലാത്തത് കാരണം ചിലർ 2 മാസം 3 മാസം കഴിഞ്ഞിട്ട് വരെ അറിയുന്ന ആൾക്കാരുണ്ട് പ്രഗ്നൻ്റ് ആണെന്ന്. ഇനിയിപ്പോൾ അല്ല, ഛർദി അല്ലെ വൊമിറ്റിങ് അതുപോലെ തന്നെയുള്ള തലകറക്കം ടെൻഡൻസിയൊക്കെ വരണമെങ്കിൽ മിനിമം ഒരു 5-7 ദിവസങ്ങൾ, അതായത് നമ്മൾ മെൻസ്ട്രൽ പീരിയഡ് തെറ്റിയിട്ട് ഒരു 5-6-7 ദിവസമെങ്കിലും മിനിമം എടുക്കും ആളുകൾക്ക് ഇത് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് അവിടെ മുതൽ, അതായത് ഞാൻ എൻ്റെ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഞാൻ ലേബർ റൂം വരെ ഞാൻ അനുഭവിച്ച ആ ഒരു യാത്ര, അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇപ്പം ഈ ഒക്ടോബറിലേക്ക് മോന് 12 വയസ്സായി. മോന് പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ഞാൻ ചാലിയത്ത് ഒരു ഇസ്ലാമിക് കോളേജിൽ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അവിടെ വെച്ച് ശരിക്കും എക്സാക്റ്റ് എൻ്റെ പീരിയഡ് ഡേറ്റിൻ്റെ നേരെ പിറ്റേ ദിവസം, സാധാരണ നമ്മൾ എന്തെങ്കിലും നമുക്ക് സംശയമോ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷണങ്ങളൊക്കെ നമുക്ക് വരിക 5 to 10 ദിവസത്തിനുള്ളിൽ അങ്ങനെയൊക്കെയല്ലേ വരുള്ളൂ. ഇത് എന്നെ സംബന്ധിച്ച് എൻ്റെ എക്സാക്റ്റ് ഡേറ്റിൻ്റെ, അതായത് എൻ്റെ കഴിഞ്ഞ മാസത്തെ പ്രീവിയസ് മന്തിലെ എന്താ പറയുക മെൻസ്ട്രേഷൻ ആ പീരിയഡിൻ്റെ നേരെ പിറ്റേ ദിവസമാണ് എനിക്ക് കോളേജിൽ വെച്ച് ഭയങ്കര തലകറക്കം, അതേപോലെ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഭയങ്കരമായിട്ടുണ്ടായേ. അപ്പം നമ്മൾ ടീച്ചേഴ്സ് നമ്മളെ കൂടെ ഉള്ളവരടുത്ത് നമ്മൾ ഷെയർ ചെയ്യല്ലോ. അപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞു, എന്തായാലും കല്യാണം കഴിഞ്ഞ് സമയമല്ലേ, അപ്പോൾ കല്യാണം കഴിഞ്ഞ് 1 വർഷം കേട്ടോ, 1 വർഷമായ സമയത്താണ്, അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ ഡേറ്റ് ഇന്നലെ ആയിരുന്നു, അപ്പോൾ പിന്നെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമത് വരുന്നില്ലല്ലേ, ഇന്നലെയാണ് ഡേറ്റ്, ഇന്നേക്കിപ്പോൾ 1 ദിവസമല്ലേ ആവുന്നുള്ളൂ, അതല്ല എന്തായാലും എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, യാത്ര ചെയ്തതിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ഷീണമായിരിക്കും എന്ന് കരുതി ആ ദിവസം അങ്ങനെ ഇല്ല. അന്ന് തന്നെ ഇൻ്റർവെല്ലിന് ശേഷം ഞാൻ അവിടുന്ന് വൊമിറ്റ് ചെയ്തു, ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചില്ല. പക്ഷെ ആരും അത്ര കാര്യമാക്കില്ല, ഞാനുൾപ്പെടെ ആരും അത്ര കാര്യമാക്കില്ല. കാരണം നമ്മൾ ഡേറ്റ് തെറ്റി നിൽക്കൊന്നുമല്ലല്ലോ. നമ്മൾ മെയിൻ ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഡേറ്റ് തെറ്റലാണല്ലോ. അപ്പോൾ ഡേറ്റ് തെറ്റി എന്ന് പറയാനായിട്ടില്ല, 1 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ പോയി 1 ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം സ്ഥിതി തന്നെ, എനിക്ക് ഛർദി. അപ്പോൾ ഛർദിക്കുന്നുണ്ടെങ്കിൽ കൂടെ ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. ഹോസ്പിറ്റലിൽ പോയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കാർഡ് വെച്ചോ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 5 ദിവസമെങ്കിലും കഴിയണം. പക്ഷേ എനിക്ക് 5 ദിവസം ആവാത്തത് കാരണം ഞാൻ അങ്ങനെ ഡോക്ടർ കാണിക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും, എനിക്ക് സ്വതവേ പ്രഷർ കുറയുന്ന ആളാണ്, അപ്പോൾ പ്രഷറിൻ്റെ കുറവ് കൊണ്ടാണെന്ന് കരുതിയിട്ട് 2 ദിവസം അങ്ങനെ വെയിറ്റ് ചെയ്തു. 3-ാമത്തെ ദിവസം, കറക്റ്റ് 3-ാമത്തെ ദിവസം ഞാൻ ചാലിയത്ത്, അവിടെ പറഞ്ഞല്ലോ ഹെൽത്ത് സെൻ്ററിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ കോളേജ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ടീച്ചേഴ്സിൻ്റെ നിർബന്ധത്തിൽ ഞങ്ങൾ അവിടെ ഹെൽത്ത് സെൻ്ററിൽ പോയി. തൊട്ട മുന്നിൽ തന്നെയാണ് ഹെൽത്ത് സെൻ്റർ. ഞാനും ഒരു ടീച്ചറും കൂടെ ഹെൽത്ത് സെൻ്ററിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ഈ പ്രഗ്നൻസി ടെസ്റ്റ് കാർഡില്ല, അത് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയയിലുള്ളവരായിരിക്കണം.
സംസാരിക്കണം. അന്ന് ഇന്നെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ശരിക്കും ഇവിടെ രാമനാട്ടുകര ഇടിമുഴിക്കലാണല്ലോ, അപ്പോൾ ചാലിയത്ത് പിന്നെ ഹെൽത്ത് സെൻ്ററിൽ നിന്ന് എനിക്ക് ആ കാർഡ് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ മണ്ണൂരുള്ള വെറുതെ ഒരു അഡ്രസ്സ് അല്ല, എൻ്റെ അമ്മേൻ്റെ വീട് മണ്ണൂരുള്ളതുകൊണ്ട് അവിടുത്തെ ഒരു അഡ്രസ്സ്, വെറുതെ ഒരു അഡ്രസ്സ് കൊടുത്തു. അങ്ങനെ അവിടെ നിന്ന് പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് വാങ്ങി ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു ഫെയിൻറ്റ് ലൈൻ, കാരണം ദിവസമായിട്ടില്ലല്ലോ, ചെറിയ രീതിയിൽ ഒരു ഫെയിൻറ്റ് ലൈൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു, ആരടുത്തും പറയാനൊന്നും പോയില്ല. എൻ്റെ വീട്ടിൽ മാത്രം ജസ്റ്റ് ഒന്ന് എൻ്റെ അമ്മേനെയും ചേച്ചീനെയും മാത്രം വിളിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ ആരോടും പറയണ്ട, എന്താണെന്ന് കൺഫർമേഷൻ കിട്ടിയിട്ട് പറയാമെന്ന് കരുതി. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ് ഒരാഴ്ച 2 ആഴ്ചയും കഴിഞ്ഞിട്ട് തുടങ്ങുന്ന വോമിറ്റിംഗ് അല്ലെങ്കിൽ ഛർദി ക്ഷീണമാണ് എനിക്ക് പ്രഗ്നൻ്റ് ഡേറ്റ് തെറ്റി പിറ്റേ ദിവസം മുതൽ വന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഹൈലൈറ്റ്. അങ്ങനെ ഒരാഴ്ചയായപ്പോൾ തന്നെ 7 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണിച്ചു. അപ്പം അവർ പറഞ്ഞു പ്രഗ്നൻ്റ് ആണ്, ജസ്റ്റ് നമുക്ക് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം കൺഫേം ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ കൺഫേം ആക്കേണ്ട ഒരാവശ്യം എൻ്റെ കേസിലില്ലായിരുന്നു. കാരണം അപ്പോൾ തുടങ്ങിയത് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഛർദി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളടുത്ത് അത് പറയാമെന്നറിയില്ല, നമുക്ക് വായ പൂട്ടാൻ സമയമില്ലാത്ത പോലെ ഛർദ്ദിക്കുക. അപ്പോൾ ആർക്കും അത് കണ്ട് തന്നെ അറിയണമെന്ന് പറയില്ല. ഛർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ഛർദിയോട് ഛർദി, എല്ലാ സമയം ഛർദ്ദിക്കുക, ഛർദ്ദിക്കാതെ നിൽക്കുന്ന സമയമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഓൾറെഡി ഞാൻ നല്ല മെലിഞ്ഞ ഒരാളായിരുന്നു, ബിലോ 40 മാത്രം വെയിറ്റുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഛർദി ഇങ്ങോട്ട് അടച്ചു പിടിച്ച സമയത്ത് ഞാൻ ആകെ എന്താ പറയുക ടയേർഡാവുക പറഞ്ഞാൽ അത്രയും ഇല്ലാണ്ടേ. അപ്പോൾ പിന്നെ ഒരു 10-12 ദിവസം ആയപ്പോഴേക്ക് തന്നെ ഞാൻ ഹോസ്പിറ്റലൈസായി. പിന്നെ ഫുള്ള് ഹോസ്പിറ്റലിൽ പോകും, ഗ്ലൂക്കോസ് കയറ്റും, ഒന്ന് തല പൊന്തും, അതേപോലെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വരും, വീണ്ടും ഇതന്നെ അവസ്ഥ, വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകും, വീണ്ടും ഇതന്നെ അവസ്ഥ. ഛർദ്ദിക്കുക എന്ന് പറയുമ്പോൾ സാധാരണ പ്രഗ്നൻറ്റ് ലേഡീസ് ഛർദ്ദിക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അവരെന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ആയിരിക്കും ഛർദ്ദിക്കുക. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഛർദ്ദിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എങ്ങനെയാണ് ഛർദ്ദിക്കുന്നതെന്ന് അന്നും ഇന്നും എൻ്റെ കൂടെ ഉള്ളവർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ഇത് എന്തെടുത്തിട്ടാണ് ഈ ഛർദ്ദിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല, ഡോക്ടേഴ്സിന് വരെ മനസ്സിലായിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ എണീറ്റ് ഛർദ്ദിക്കാനുള്ള ഒരു ആരോഗ്യം പോലും ഉണ്ടായിട്ടില്ല. കിടന്നിട്ട് നമ്മൾ എവിടെയാണ് കിടക്കുന്നത് അവിടെ കിടന്നിട്ട് ഒരു ബക്കറ്റോ പാട്ടയോ ഫുൾ ടൈം കൂടെ ഉണ്ടായിരിക്കും. ആദ്യം നമ്മൾ ആ പാട്ട പിടിച്ചിട്ട് തനിയെ ഛർദ്ദിച്ചോളൂ. അത് കഴിഞ്ഞ് കുറച്ചൊരു ഉച്ചയാകുമ്പോഴേക്ക് ഛർദ്ദിക്കുന്ന അടുത്തൊരാൾ വേണം. അടുത്തൊരാൾ എപ്പോഴും ഈ ഒരു മഗ് നമുക്ക് ഇങ്ങനെ പിടിച്ചു തരണം. ഇതിങ്ങനെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഇതുണ്ടായിരിക്കണം. ഛർദ്ദിച്ച് അവസാനം ഇവിടെയൊക്കെ പൊട്ടി ബ്ലഡ് വരിക, ഛർദ്ദിക്കുക തന്നെ. എങ്ങനെയാണ് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു വെള്ളം നമുക്ക് ഉള്ളിലേക്ക് എത്തുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ 3-4 ഇരട്ടിയാണ് ഇങ്ങോട്ട് ഛർദ്ദിക്കാൻ വരുന്നത്. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ആണ് ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണത്. എനിക്ക് നല്ല എൻ്റെ കൂടെ ഉള്ളവർക്കോ. അങ്ങനെ 2 മാസമൊക്കെ ആയ സമയത്തൊക്കെ ഫുൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോകും, ഡിസ്ചാർജ് ചെയ്യും, വരും, വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകും, ഡിസ്ചാർജ് ചെയ്യും, വരും. അങ്ങനെയായിരുന്നേ. ആ സമയത്തൊക്കെ നടക്കാൻ പോലും കഴിയില്ല കേട്ടോ. ആരെങ്കിലും ഒരാൾ താങ്ങിയെടുത്ത് പാവ ഹസ്ബൻഡൊക്കെ അത്രയും കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തൊന്നും നമ്മൾ തീരെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരുന്നില്ല. ഉള്ള കാര്യം പറയുന്നതിന് എന്താ, ഹസ്ബൻഡ് വേറൊരു ഷോപ്പിൽ ജോലിക്ക് പോകുന്ന സമയമാണ്, സ്വന്തമായിട്ട് ഷോപ്പും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല, വേറെ ഷോപ്പിൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഞാൻ എന്നും ഹോസ്പിറ്റലൈസ് ആയത് കാരണം ഹസ്ബൻഡിന് ജോലിക്ക് പോകാനും പറ്റില്ല, എൻ്റെ കൂടെ തന്നെ നിൽക്കുകയും വേണം. പിന്നെ എൻ്റെ വീട്ടുകാരെ 100% എൻ്റെ വീട്ടുകാരെ സപ്പോർട്ട് എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ കാര്യത്തിലായാലും പിന്നെ കൂടെ നിൽക്കാൻ എപ്പോഴും ഒരാൾ വേണം. എൻ്റെ അമ്മ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെയായിരുന്നു. അത് ചേച്ചിക്ക് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം ചേച്ചിക്ക് അന്ന് 1 വയസ്സ് 1.25 വയസ്സായിരുന്നു മോളുണ്ടായിരുന്നു. എൻ്റെ ഏട്ടൻ്റെ വൈഫിനും ഉണ്ട് ചെറിയൊരു കുട്ടി ആളുണ്ടായിരുന്നു. അപ്പോൾ അമ്മ തന്നെയായിരുന്നു ഫുൾ ടൈം. എൻ്റെ അമ്മ ഹോസ്പിറ്റലിലും അതെ, വീട്ടിലും അതെ. ഞാൻ ഈ ഛർദ്ദിച്ച് കിടക്കുന്നതിനനുസരിച്ച് അമ്മയ്ക്കും ഇവർക്കും വീട്ടിലെ പണിയും ചെയ്യണം, എന്നെ നോക്കണം, ആ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഓരോ ഹോസ്പിറ്റൽ മാറി അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇവിടെ അടുത്തുള്ളൊരു ഫേമസ് ഹോസ്പിറ്റൽ തന്നെയാണ്, ഒരു ഗൈനക്കോളജിസ്റ്റാണ്, ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ദിവസം ഞാനൊരു 3 ദിവസം
അടുപ്പിച്ച് അവരെ ഹോസ്പിറ്റലിൽ ഈ 2 മാസത്തിനിടയ്ക്ക് ഞാൻ പകുതിയിലധികം അവരെ ഹോസ്പിറ്റലിൽ തന്നെയാണ്, അത് വേറെ കാര്യം. അതിനുശേഷം ഒരു 3 ദിവസം അടുപ്പിച്ച് ഞാൻ അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നിട്ട് വീട്ടിൽ നിന്ന് ഇതന്നെ സ്ഥിതി, രാവും പകലും രാത്രിയൊന്നും ഉറക്കേ ഇല്ല. 1 മണി 2 മണി 3 മണിയൊക്കെ പുലർച്ചെയൊക്കെ ഇങ്ങനെ ഛർദ്ദിച്ച് ഒരു കയ്പ്പ് വെള്ളമായിരിക്കില്ല, ഛർദ്ദിച്ച് കൂടെ നിൽക്കുന്നവർക്കും ഉറങ്ങാൻ പറ്റില്ല, കൂടെ നിൽക്കുന്നവർക്ക് ഇത് കണ്ട് നിൽക്കാനും വയ്യ, അത്രയും ഛർദ്ദിക്കുന്ന ഒരവസ്ഥയിൽ ഒരു 3 മണി 4 മണിയായപ്പോൾ എൻ്റെ അച്ഛൻ, ഞങ്ങൾ പിന്നെ ഹസ്ബൻഡ് സ്വന്തം വീട്ടിലാണ്, അപ്പോൾ ഞാനും അച്ഛനും അമ്മയും കൂടെ ഡോക്ടറെ അടുത്തേക്ക് പോയി. കാരണം അച്ഛനത് കണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം എത്രയെന്ന് വെച്ചിട്ട് ഒരാൾ പുലർച്ചെ വരെയും 2 മണി 3 മണി 4 മണിയാക്കി. ഇനി ഡോക്ടർക്ക് ദേഷ്യം പിടിക്കേണ്ട വിചാരിച്ചിട്ട് 4:30 വരെ 5 മണി വരെ ആക്കി. അങ്ങനെ അവസാനം ഡോക്ടർ വീട്ടിലേക്ക് പോയി. എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചത്തുപോകുന്നവരെ അച്ഛൻ പേടിച്ചു. അങ്ങനെ ഡോക്ടർ വീട്ടിൽ പോയപ്പം ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, അതെനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അത്രയെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്താണ്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഉണ്ടാവും എന്ന് കേൾക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഒരു നേരമില്ല. എനിക്കൊരാൾ പാട്ട പിടിച്ചു, പിന്നെ എൻ്റെ അമ്മ എന്തെങ്കിലുമൊക്കെ പണിയിലൊക്കെ ആകുമ്പോൾ ഈ പാട്ട പിടിച്ചുതരാൻ പോലും സമയമില്ലാത്ത സമയത്ത് ഒരു തുണി അവിടെ നിലത്തിട്ട് തരിക, എന്തെങ്കിലും പഴയ തുണികൾ ഉണ്ടാവില്ല അതവിടെ നിലത്തിട്ട് തരും, എന്നാൽ നമ്മൾ കിടക്കുന്നിടത്ത് കിടന്ന് അങ്ങനെ ഛർദ്ദിക്കുക. കാരണം ഒരുപാട് സംഭവങ്ങളൊന്നും ഛർദ്ദിച്ച് വരാനില്ലല്ലോ, വെറും വെള്ളവും നീരും അല്ലേ നമ്മൾ ഈ ഛർദ്ദിക്കുന്നത്, അത്രയും. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലെ സിറ്റ് ഔട്ടിലൊക്കെ ഞാൻ അവിടെ ബോധം കെട്ടിങ്ങനെ കിടക്കുക ചെയ്യുക. ആ സമയത്ത് എൻ്റെ ഏട്ടനൊക്കെ വന്നിട്ട് എന്നെ ഇങ്ങനെ എടുക്കുക ചെയ്യും. എൻ്റെ ഏട്ടനൊക്കെ എന്നെ എടുത്തിട്ട് സോഫയെ കൊണ്ടുവെക്കും, അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവരും. അങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ. എൻ്റെ കുട്ടിയേട്ടനൊക്കെ എന്നെ എടുത്താണ് കൊണ്ടുവരുന്നുണ്ടായിന്. അതൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. കാരണം നമ്മളത് അനുഭവിച്ചത് എന്താ പറയുക, അനുഭവിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവും എന്നുള്ള പറയുന്ന ഒരു സംഭവമാണത്. ഒന്നാമത് ഏപ്രിൽ മെയ് സമയത്തൊക്കെ ഞാൻ എത്രയും ഛർദ്ദിച്ച് നിൽക്കുന്ന ദിവസം, മാർച്ച് ഏപ്രിൽ മെയ്യിലൊക്കെ അത്രയും ചൂടുള്ള സമയം. ഈ ചൂടും എനിക്ക് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കിടന്ന് ഉഴയാന്ന് പറയില്ല, നിലത്ത് കിടന്ന് ഇങ്ങനെ ഉരുളിയായിരുന്നു ചെയ്യുക. ഒരു പുഴുവിൻ്റെ പോലെ കിടന്ന് ഉരുളുന്ന ഒരവസ്ഥയായിരുന്നു ഞാൻ ഈ ഛർദ്ദി കൂടിക്കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥ. അങ്ങനെ ഉള്ള ഒരവസ്ഥയിൽ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ, പുലർച്ചയ്ക്ക് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർക്ക് ഉറക്കത്തുനിന്ന് 5 മണിയായിട്ടേ ഉള്ളൂ സമയം, 4:45, 5. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടാണോ എന്താണെന്നറിയില്ല. ഡോക്ടർ പറഞ്ഞ കാര്യം, ഈ ലോകത്ത് പട്ടികളും പൂച്ചകളും വരെ പ്രസവിക്കുന്നുണ്ട്. എത്ര പശുക്കൾ പ്രസവിക്കുന്നു, വീട്ടിൽ വളർത്തുന്ന പട്ടികൾ പ്രസവിക്കുന്നു, തെരുവ് പട്ടികൾ പ്രസവിക്കുന്നു, എന്നിട്ടൊന്നുമില്ലാതെ ഇവൾക്ക് മാത്രം എന്താ ഇത്ര വലിയ പ്രത്യേകത എന്ന് ചോദിച്ചു ഡോക്ടർ. ഒരിക്കലും ഒരു ഡോക്ടറും ഒരു പേഷ്യൻറ്റിനോടും ചോദിക്കാൻ പറ്റാത്തൊരു കാര്യം. ഒരു ക്ഷീണമാണെങ്കിൽ നമുക്ക് പറയാം അഭിനയിക്കാമെന്ന് പറയാം, അല്ലേ? എനിക്ക് വലിയ ക്ഷീണം എന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരാളോട് നമുക്ക് പറയാം അഭിനയിക്കുകയാണെന്ന് പറയാം. തലവേദന എന്ന് പറയുന്ന ഒരാളോടും നമുക്ക് പറയാം അഭിനയിക്കുകയാണെന്ന്. ഞാൻ ലൈവായിട്ട് ഛർദ്ദിക്കുകയാണ്, ലൈവായിട്ട് എല്ലാവരും കാണുകയാണ്, ഞാൻ ഛർദ്ദിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരാൾ കുഴഞ്ഞു വീണിട്ട് ചുരുണ്ടുകൂടി കിടക്കുകയാണ്. അത് കാണുന്ന ഒരാൾക്ക്, ഒരു ഡോക്ടർക്ക് എങ്ങനെ പറയാൻ പറ്റും ഈ ലോകത്ത് പട്ടിയും പൂച്ചയും പശുവും ഒക്കെ പ്രസവിക്കുന്നുണ്ട്, നീ മാത്രമല്ല ആദ്യമായിട്ട് പ്രസവിക്കുന്ന ഒരാൾ എന്ന്? അത് ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെ ഒരിക്കലും ഞാൻ ആ ഹോസ്പിറ്റലിൽ പോകരുതെന്ന് ആഗ്രഹിക്കുന്നതും കാണരുതെന്ന് ആഗ്രഹിക്കുന്നതും ആളുകളാണ്. അത്രയും പ്രിയപ്പെട്ടവരായിരുന്നു. പക്ഷേ ഞാൻ അത്രയും എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. അങ്ങനെ അന്ന് എന്നെ അവിടെ അഡ്മിറ്റാക്കി. അത് പറഞ്ഞെങ്കിൽ കൂടി അവിടെ അഡ്മിറ്റാക്കി. അന്ന് എനിക്ക് ഛർദി കൂടിയിട്ട് എന്താ പറയുക, ഇപ്പോൾ എനിക്ക് എൻ്റെ ടേംസ് ഒന്നും പറയാനറിയില്ല, പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവും. ഛർദ്ദിച്ചിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ മുകളിലേക്ക് കയറിയിട്ട് എനിക്കിവിടെ ശ്വാസതടസ്സം വന്നപ്പോൾ പിന്നെ ഡോക്ടർക്ക് പേടിയായിട്ട് ഡോക്ടർ അവിടെ പെട്ടെന്ന് മെയിൽ ഡോക്ടറെ വിളിച്ചു. ഡോക്ടറും വന്നു, ഡോക്ടർക്കും പേടിയായി. ഡോക്ടർ പെട്ടെന്ന് എന്ത് ചെയ്തു, ഓക്സിജൻ വെച്ച് തന്നു. ഓക്സിജൻ്റെ ട്യൂബ് സിലിണ്ടറൊക്കെ വെച്ച് തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് മെഡിക്കലിലേക്കോ വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോയിക്കോളൂ, ഞങ്ങൾക്കിത് നോക്കാൻ പറ്റണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആലോചിക്കണം, വലിയ അസുഖമോ വേറെ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പ്രഗ്നൻ്റ് ആയതാണ്. ഇതിനാണ് ഇത്രയും നമ്മൾ അപ്പോൾ അതിൽ വലിയ കോമഡി എന്താ വെച്ചാൽ, ഈയൊക്കെ സമയത്തൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്, എന്താ ഇപ്പം ചെയ്യാന്നുള്ളൊരവസ്ഥയായി. കാരണം
എന്താപ്പം ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. അപ്പം എൻ്റെ ഏട്ടൻ പറഞ്ഞു നമുക്കിത് വേണ്ട, നമുക്കിത് ഒഴിവാക്കാമെന്ന് പറഞ്ഞു എൻ്റെ ഏട്ടൻ. കാരണം അത് ഒന്നുകൊണ്ടും പറഞ്ഞതല്ല, കാരണം എൻ്റെ ജീവന് ഭീഷണി ആവുന്ന തരത്തിലൊരു പ്രഗ്നൻസി എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല, ആർക്കും ഒന്നും പിടിയിട്ടുന്നില്ല. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ അവിടുന്ന് നേരെ ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ച് ഞങ്ങൾ നേരെ മിംസിലേക്കാണ് പോയത്, മെഡിക്കലിലേക്കല്ല, മിംസിലേക്കാണ് പോയത്. മിംസിൽ എത്തിയതേ ഓർമ്മയുള്ളൂ. അവിടെ എത്തിയ ഉടനെ അവർ അബ്ഡോമൈൻ ടെസ്റ്റ്, എന്തൊക്കെയോ ടെസ്റ്റ്, കാരണം ഒരു ഗർഭിണികൾക്ക് ചെയ്യുന്ന സ്കാനിങ് അല്ല ചെയ്ത്, അബ്ഡോമൈൻ എന്തൊക്കെയോ ഛർദ്ദിച്ച് കുടൽമാല കയറി എന്നൊക്കെ ഉള്ള സ്ഥിതിയായി. അപ്പോൾ എന്തൊക്കെയോ ടെസ്റ്റ് അവിടെ നിന്ന് ചെയ്തു. അങ്ങനെ അവിടെ അഡ്മിറ്റ് ചെയ്തു 3 ദിവസം. ആ 3 ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്ത് തിരിച്ചു പോരുമ്പോഴുള്ള ബില്ലൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ ഈശ്വര 2 പ്രസവത്തിൻ്റെ ബില്ല് അന്ന് അവിടെ തന്നെ ആയിട്ടുണ്ട്. കാരണം അത്രയും ടെസ്റ്റുകൾ, പിന്നെ ആ 3 ദിവസം എന്തൊക്കെയോ. അങ്ങനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ആ ഒരു മിംസിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് മാത്രമാണ് സത്യം പറയണമെങ്കിൽ ഇത്ര ബില്ലായാലും ഒരു 2 ദിവസം പിന്നെ ഞാൻ ഛർദ്ദിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു എത്ര പൈസ ആയാലും എൻ്റെ ഛർദ്ദി നിന്നു എന്ന്. അത് തുടങ്ങുന്ന 3-ാം ദിവസം വീണ്ടും. പിന്നെ ചുങ്കത്ത് ക്രസൻറ്റ് ഹോസ്പിറ്റൽ, ഞാനിവിടെ അഡ്മിറ്റുള്ള ഏതൊക്കെ ഹോസ്പിറ്റലുണ്ടോ എല്ലാ ഹോസ്പിറ്റലിലും ഞാൻ കിടന്നിട്ടുണ്ട്. ചുങ്കത്ത് ക്രസൻറ്റ് ഹോസ്പിറ്റലിൽ പിന്നെ 2 ദിവസം കിടക്കും, അത് ഒരു ചെറിയൊരു ഭേദം പോലെ തോന്നുമ്പോൾ നമ്മൾ തിരിച്ചു പോരും, വീണ്ടും ഛർദ്ദിക്കും, വീണ്ടും പോവും, വീണ്ടും ഛർദ്ദിക്കും. ഇതന്നെയായിരുന്നു അവസ്ഥ കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ എനിക്കൊരു 4 പ്രഗ്നൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും ഛർദ്ദിച്ച സമയത്ത് എന്നെ കാണാൻ വരുന്നവരൊക്കെ പറഞ്ഞു ചിലർക്ക് ഇങ്ങനെ ഉണ്ടാവും, അവരനുഭവങ്ങളൊക്കെ പറയട്ടോ, അയ്യോ എനിക്ക് അങ്ങനെയായിരുന്നു, ഞാൻ അത്ര ഛർദ്ദിച്ചതാണ്, അതൊക്കെ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും, ആദ്യത്തെ 3 മാസം ഉണ്ടാവുള്ളൂ, ആദ്യത്തെ 3 മാസം കഴിഞ്ഞാൽ ഇതൊക്കെ നിൽക്കും. അപ്പോൾ എൻ്റെ ഒരു സമാധാനം എന്താ വെച്ചാൽ ആദ്യത്തെ 3 മാസം, പിന്നെ ദിവസങ്ങൾ എണ്ണാൻ തുടങ്ങി, മാസങ്ങൾ എണ്ണി, ദിവസങ്ങൾ എണ്ണി, ആ 3 മാസമായാൽ നിൽക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷ. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോഴും ഛർദിക്ക് മാത്രമേ യാതൊരു കുറവുമില്ല. ഛർദി എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഒരാൾക്ക് ഛർദ്ദിക്കാൻ പറ്റുമോ അതിൻ്റെയൊക്കെ മൂർധന്യ അവസ്ഥയിലുള്ള ഛർദിയായിരുന്നു പിന്നീട്. അപ്പോൾ കണ്ടുവന്നവർ പറഞ്ഞു ഇത്രയ്ക്കൊന്നും ഉണ്ടാവില്ല, പിന്നെ കുറച്ച് കുറഞ്ഞു, എന്നാലും 5 മാസം വരെയൊക്കെ ഉണ്ടാവാൻ മതിയാവും. 5 മാസം വരെ എല്ലാവരും ഛർദ്ദിക്കണം, 5 മാസം കഴിഞ്ഞാൽ പിന്നെ ഛർദി ഉണ്ടാവില്ല അറിഞ്ഞു. പിന്നെയും പ്രാർത്ഥന എന്തായി, പെട്ടെന്ന് 5 മാസം ആവണേന്നായി. 5 മാസമായാൽ കഴിഞ്ഞല്ലോ. അങ്ങനെ 5 മാസത്തെ കാത്തിരിപ്പായി പിന്നീട്. ഈ സമയങ്ങളിലൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ കേട്ടോ, പകുതിയിലധികം സമയം ഞാൻ ഹോസ്പിറ്റലാണ്. അതാണ് അവിടെ ഹൈലൈറ്റ്. ഈ ഹോസ്പിറ്റലിലാകുമ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ചാൽ പൈസയും വേണം, ആളും വേണം. ആളാണ് പാവം, എൻ്റെ അമ്മ മാത്രമാണ്. ഞാനത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ അമ്മ മാത്രമാണ് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കാനുണ്ടായിട്ടുള്ളൂ. വേറെ ഒരാളൊന്നും മാറി നിൽക്കാൻ പോലും ഒരാളും ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടില്ല. ആ വിഷമവും എനിക്ക് നല്ലോണം ഉണ്ടാവും, കാരണം എൻ്റെ അച്ഛൻ സുഖമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അച്ഛനെ ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ട്, ഒറ്റയ്ക്ക് മീൻസ് ഏടത്തിയമ്മയുണ്ട്, അച്ഛനെ വീട്ടിലാക്കിയിട്ടാണ് അമ്മ എൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രയാസവും എനിക്കുണ്ടാവും. കാരണം ഞാനിങ്ങനെ എന്നും ഹോസ്പിറ്റലാകുമ്പോൾ ഒരു ദിവസം എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ മാറി നിൽക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് അച്ഛനെ ഒന്ന് കണ്ടുവരാമെന്നുള്ളൊരു സംഭവം, ആ ഒരു വിഷമം കൂടെ എനിക്കുണ്ടാവും. പക്ഷെ എനിക്ക് ഒരാളും എൻ്റെ കൂടെ നിൽക്കാണ്ടായിട്ടില്ല. അപ്പോൾ ഉണ്ടാവുമായിരുന്നു, എൻ്റെ ചേച്ചിയും പിന്നെ എൻ്റെ ഏട്ടൻ്റെ വൈഫുണ്ട്, നിത്യേച്ചിയൊക്കെ നിൽക്കുമായിരുന്നു. പക്ഷേ അവർക്ക് 2 ആൾക്കും ചെറിയ കുട്ടികളാണ്. ചേച്ചിക്ക് 1.5 വയസ്സായ മോൾ, അന്ന് തനിമോൾക്ക് 1.5 വയസ്സായിട്ടുള്ളൂ. എൻ്റെ ഏട്ടനാണെങ്കിൽ ഞങ്ങളെ കിച്ചൂടിന് അന്ന് 3-4 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് പറ്റില്ല. പിന്നെ എൻ്റെ അമ്മേൻ്റെ അനിയത്തിമാർ വരുമായിരുന്നു കേട്ടോ അമ്മയ്ക്ക്. പിന്നെ എൻ്റെ മാമി ഉണ്ടായിരുന്നു, മാമി പിന്നെ കഞ്ഞിയും ഭക്ഷണങ്ങളൊക്കെ വീട്ടിലേക്ക് കൊണ്ടുതരും. പിന്നെ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന്, അതൊക്കെ ഇപ്പോൾ പറയണോ, പറയാതിരിക്കാൻ വയ്യ. എൻ്റെ നിത്യേച്ചീൻ്റെ അച്ഛപ്പം ഞങ്ങളെ കൂടെ ഇല്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തൊക്കെ ഹോസ്പിറ്റലിലേക്ക് എൻ്റെ ഏട്ടൻ്റെ വൈഫിൻ്റെ അച്ഛൻ ഭക്ഷണം കൊണ്ടുവരുമായിരുന്നു, ചപ്പാത്തി കറി. നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുമ്പോൾ ഒരാൾ അങ്ങനെ നമ്മളടുത്ത് വരുന്നതൊക്കെ നമുക്ക് ഒരു ഇതല്ലേ, സന്തോഷമല്ലേ. അങ്ങനെ അത് കഴിഞ്ഞ് 4 മാസമായിട്ടൊന്നും എൻ്റെ ഛർദ്ദിക്ക് ഒരു കുറവില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ മെഡിക്കലിൽ കാണിക്കാൻ തുടങ്ങി. എല്ലാവരും പറഞ്ഞു ഇനി അടുത്ത് നിങ്ങൾക്ക് മെഡിക്കലിൽ പോവുകയാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ മെഡിക്കലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അയ്യോ, മെഡിക്കൽ കോളേജിൽ ആ ദിവസങ്ങളൊന്നും ഓർക്കാൻ വയ്യ. മെഡിക്കൽ കോളേജിലെ വാർഡിൽ
ഞാനിങ്ങനെ ചുരുണ്ട് കൂടി കിടക്കുക. ഗ്ലൂക്കോസ് കയറ്റാൻ എൻ്റെ ശരീരത്തിൽ എവിടെ ഞരമ്പ് കിട്ടാനില്ല. എൻ്റെ കാലിലൂടെ ആയിരുന്നു ഗ്ലൂക്കോസ് കയറ്റിയിട്ടുണ്ടായിരുന്നത്. കാലിൻ്റെ നമ്മൾ പാദസരിടുന്ന ഭാഗമില്ലേ, കാൽപാദത്തിൻ്റെ സൈഡില്ലേ അവിടെ, അതിലൂടെയായിരുന്നു എനിക്ക് ഗ്ലൂക്കോസ് ഇട്ടുണ്ടായിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക അവസ്ഥ. എൻ്റെ കയ്യിൽ എവിടെ ഞരമ്പ് കിട്ടാനില്ല. എന്നിട്ട് എൻ്റെ കാലിലൂടെയാണ് ഗ്ലൂക്കോസ് കയറ്റിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ അമ്മ എൻ്റെ കൂടെ മെഡിക്കൽ കോളേജിൽ നിന്നിട്ട് അമ്മയ്ക്ക് എന്നെ നോക്കണം, ഈ കണ്ട സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങി അമ്മയൊരു വഴിക്കായി. അത് കാണുമ്പോഴുള്ള സങ്കടം വേറെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് സത്യം ക്യാൻറ്റീൻ ഉണ്ട്, സൗകര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ കൂടെ ഇങ്ങനെ ഛർദ്ദിക്കുന്ന, ഇത്രയും ഛർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ഒരാൾക്ക് ഛർദ്ദിക്കാൻ കഴിയില്ല. അത്രയും ബോധം കിട്ടി കിടക്കുന്ന ഒരാൾക്ക് വീട്ടിലൊരു കഞ്ഞിവെള്ളമോ വീട്ടിലൊരു ഉപ്പേരിയോ അങ്ങനെ കഴിക്കാൻ നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് ആഗ്രഹം ഉണ്ടല്ലോ. പക്ഷെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഹോസ്പിറ്റലിലാണ്. എൻ്റെ ചേച്ചിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞു കുട്ടിയുണ്ട്. അപ്പം എന്നാലും ചേച്ചീൻ്റെ ഹസ്ബൻഡൊക്കെ അങ്ങോട്ട് കൊണ്ടുതരുമായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിലേക്ക് ഓരോ സംഭവങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഏട്ടൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന്, അവർ മാങ്കാവാണ് അവരുടെ വീട്. അവിടെ നിന്ന് ചപ്പാത്തിയും മീൻകറിയും ചായ, എനിക്ക് ആ സമയത്ത് ചായ കുടിക്കുക ഇങ്ങനെ ഭയങ്കര കേവിങ്സ് ആയിരുന്നു. അപ്പോൾ അവരിങ്ങനെ വലിയൊരു ഫ്ലാസ്കിൽ പാൽ ചായയും അതേപോലെ, അതായത് നമ്മളെ ടേസ്റ്റ്, നമുക്ക് ലൈറ്റായിട്ട് ചെറിയ മധുരത്തിൽ ലൈറ്റ് ചായ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു ഫ്ലാസ്ക് ചായയും ചപ്പാത്തിയും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുമായിരുന്നു. അപ്പോൾ അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ഈ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ആളുകൾ ഉണ്ടാവില്ലേ, നമ്മളെ കൂടെ വാർഡിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ പറയും, അമ്മേൻ്റെ അടുത്ത് പറയും, ഇത് സാധാ ഗർഭമല്ല, ഇത് എന്തോ പ്രത്യേകതയാണ്, ഇതിനെന്തോ കുഴപ്പമുണ്ട്, ഒന്നെങ്കിൽ ഇവക്ക് വേറെന്തോ പ്രശ്നമുണ്ട്, അപ്പോൾ നിങ്ങളത് നല്ലോണം നോക്കണം കേട്ടോ, അങ്ങനെയൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് പേടിച്ചിട്ട്, കാരണം എനിക്ക് ബോധമില്ല. ഞാൻ എന്ന് പറഞ്ഞ ആളുണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല. ഒരു വളഞ്ഞിട്ട് ഒരു അരിവാൾ പോലെ വളഞ്ഞൊരു സാധനം ഒരു മൂലക്കിൻ്റെ കാൽമ കൂടെ ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കും, അത്ര മാത്രമേ ഉള്ളൂ. ഒരു വയറോ ശരീരമോ ഒന്നുമില്ല. പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്നെ ദയനീയ സ്ഥിതിയിൽ നോക്കി നിൽക്കുന്ന ഹസ്ബൻഡും അച്ഛനും എന്നെ കാണാൻ, മെഡിക്കലിലായ സമയത്ത് അച്ഛനും എന്നെ കാണാൻ വരാൻ മുകളിലേക്ക് കയറാൻ പറ്റില്ല. അച്ഛന് അസുഖം വയ്യാത്ത ആളായിട്ട് അങ്ങനെ സ്റ്റെപ്പ് കയറാൻ പ്രയാസമാണ്. അപ്പോൾ ചില സമയത്ത് എനിക്കൊരിത്തിരി ബോധമുള്ള സമയത്ത് ഒരു പകുതി വരെയൊക്കെ എന്നെ നടത്തിച്ചിട്ട് അച്ഛൻ അവിടെ വന്ന് എന്നെ കാണുമ്പോൾ അച്ഛൻ എപ്പോഴും പറയും, പിന്നെ അച്ഛനെ കാണാൻ വരുമ്പോൾ ഞാൻ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയൊരു നോട്ടമുണ്ട്, അതച്ഛൻ മറക്കൂല എന്ന് അച്ഛൻ എപ്പോഴും പറയും. അതേപോലെ എനിക്ക് വയ്യാത്ത സമയത്തുള്ള ഒരേ ഒരു വാശി എനിക്ക് എൻ്റെ കുട്ടിയേട്ടനെ കാണണം എന്നുള്ളതായിരുന്നു. എനിക്ക് അങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ ഏട്ടൻ്റെ അടുത്ത് വേണം എന്നുള്ള എനിക്കെന്താണെന്ന് പറയുക, എനിക്ക് വയ്യാതായ സമയത്തൊക്കെ എന്നിട്ട് ഞാനതാ പറയും. അപ്പം അമ്മ ചൂടാവും. അമ്മ പറയും, ഒരു ഭാഗത്ത് അടങ്ങി കിടക്കല്ല, ഇത് ഞാൻ ഇന്നെ നോക്കും വേണം, എൻ്റെ വെറുപ്പിക്കൽ കേൾക്കും വേണം. ഞാൻ കുട്ടിയേട്ടനെ വിളിക്കുകയെന്ന് പറയുക. അപ്പോൾ അമ്മ ചോദിക്കും, കുട്ടിയേട്ടൻ വന്നാൽ എൻ്റെ സൂക്കട് മാറുമെന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ കഥ. പാവം എൻ്റെ ഹസ്ബൻഡ് ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ട്, ഞാൻ പറഞ്ഞില്ല പണിക്കൊന്നും പോവാതെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിൽക്കുന്ന സമയത്ത് കൂടെ, ഞാൻ പറഞ്ഞില്ലേ, കൂടെ ഉള്ള പിന്നെ ഈ ഉമ്മമാരൊക്കെ ഉണ്ടാവില്ലേ, വേറെ ബൈസ്റ്റാൻഡേഴ്സായിട്ട് നിൽക്കുന്ന അവരൊക്കെ എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് സംഭവം എന്തോ ബാധ കൂടിയതാണ്, കാരണം നിലത്ത് കിടന്ന് ഉഴയ്ക്കുന്നത് കണ്ടില്ലേ, ഇത് ബാധ കൂടിയതാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങളെ നാട്ടിൽ പള്ളിയിലേക്കൊക്കെ എന്തെങ്കിലും ഒഴിഞ്ഞിട്ടാൽ മതി, ഞങ്ങൾ കൊണ്ടുപോയി ഇട്ടോളാം, കാരണം ഈ കുട്ടി കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ഞങ്ങൾക്കും പ്രയാസമുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ എങ്ങനെയെങ്കിലും അറിയാൻ മതിയല്ലോ, അമ്മ എന്നെ പൈസ ഒഴിഞ്ഞ് അവരെ കയ്യിൽ കൊടുക്കും ബാധയാന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങളെ കുടുംബത്തിലുള്ളവരും ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്തും അമ്മേനെ മാറ്റി നിർത്തി പറയും, എഴുത്തിയ ഇത്, അല്ലെങ്കിൽ പിന്നെ അമ്മേനോട് ഇങ്ങനെ പറയും, ഇത് ഗർഭമൊന്നുമല്ല കേട്ടോ, ഇത് ഗർഭത്തിൻ്റെ പ്രശ്നങ്ങളല്ല, ഗർഭത്തിൻ്റെ പ്രശ്നങ്ങളല്ല, വേറെന്തോ ആണ്, വേറെന്തോ കാര്യമായിട്ട് എന്തോ അസുഖമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വരുമോ, ഇങ്ങനത്തെ ഒരു ഛർദി നമ്മൾ കണ്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ കൂടി കേട്ട് അമ്മ പേടിച്ചൊരു വഴിക്കായി. അമ്മയും അതെ, ഹസ്ബൻഡും അതെ, വീട്ടുകാരൊക്കെ അതെ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ മുസ്ലിം ഫാമിലിയൊക്കെ തൊട്ടടുത്തുള്ളവരൊക്കെ പറയും, ഇതെന്തോ ബാധ കൂടിയ സംഭവമാണ്, ഇത് വേറെ ഒന്നുമല്ല, ഇതെന്തോ ബാധ കൂടിയതാണ്, ഇത് എന്തിൻ്റെയൊക്കെയോ സംഭവങ്ങളാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഒഴിഞ്ഞിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ തരത്തിലുള്ള എല്ലാ മന്ത്രവാദവും എല്ലാ കാര്യങ്ങളും എത്ര വിശ്വാസം ഇല്ലെങ്കിൽ ആ സമയത്ത് വിശ്വസിച്ച് പോകില്ല, അതൊക്കെ ഒരു സൈഡിൽ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. ആ സമയത്ത് വലിയ രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിലൊരു കൊന്നമരം ഉണ്ടായിരുന്നു, അത് ഞാൻ കുഴിച്ചിട്ടതാണ്. എൻ്റെ അമ്മേൻ്റെ നാട്ടിൽ, അതായത് അമ്മേൻ്റെ നാട്ടിൽ ദൂരം എന്നല്ല, ഫറൂഖിൽ ആ ഭാഗത്തുള്ള ആളുകൾ അമ്മേൻ്റെ വിശ്വാസത്തിൽ അമ്മ പറയും, കൊന്നമരം ഒന്നും വീട്ടിൽ കുഴിച്ചിടാൻ പാടില്ല, അതായത് കൊന്നമരം വീട്ടിൽ കുഴിച്ചിട്ടാൽ അത് നിറയെ പൂത്ത് വരൂലേ,
അതാ നിറയെ പൂത്ത് വരുന്ന സമയത്ത് കുഴിച്ചിട്ട ആൾക്കാർ മരിച്ചു പോകത്രേ. അങ്ങനെ ഒരു അന്ധവിശ്വാസം അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊന്ന കുഴിച്ചിട്ടതേ അമ്മയ്ക്ക് ഇഷ്ടമായില്ല. എൻ്റെ വീട്ടിൽ ഞാനാ കൊന്ന കുഴിച്ചിട്ട്. അങ്ങനെ ഞാനൊരു ഏപ്രിലിൽ മോൻ്റെ 3-4 മാസമായിട്ട് ഞാൻ 4 മാസം എങ്ങാനാണ് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടക്കുക. ആ സമയത്താണ് എനിക്ക് ഏറ്റവും സീരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഈ ഡോക്ടേഴ്സില്ലേ റൗണ്ട്സിന് വരുമ്പോൾ ആ ലേബർ റൂമിലുള്ള ആരും വേണ്ട, ഡോക്ടേഴ്സ് ഒരു കൂട്ടം കുട്ടികളായിട്ട് നേരെ വരെ എൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറയും എൻ്റെ ഞാനാണെങ്കിൽ ചത്ത് ഞാൻ പറഞ്ഞല്ലോ അരിവാൾ പോലെ വളഞ്ഞാടെ കിടക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് വന്നിട്ട് പറയും സെക്കൻഡറി സ്റ്റേജ് ഓഫ് വൊമിറ്റിംഗ് ഇൻ ദ പ്രഗ്നൻസി പീരിയഡ്. ഈശ്വര, അതൊക്കെ ഇപ്പോഴും എൻ്റെ ചെവിയിൽ ഇടയ്ക്കിടയ്ക്ക് മുഴങ്ങുന്നൊരു കാര്യമാണ്. എന്നെ നോക്കി മെയിൻ ഡോക്ടർ കുട്ടി ഡോക്ടർമാരോട് പറയുന്നതാണ് സെക്കൻഡറി സ്റ്റേജ് ഓഫ് വോമിറ്റിംഗ് ഇൻ പ്രഗ്നൻസി പീരിയഡ്. അതാണ് ഞാൻ. അത് 1000-ലോ ആൾക്കുണ്ടാവുന്ന 1000-ലോ 10,000-ലോ ലക്ഷത്തിലോ ഒരാൾക്കുണ്ടാവുന്ന ഒരു സംഭവമാണ്. അത് ഭാഗ്യത്തിന് എനിക്ക് തന്നെ കിട്ടി. അപ്പോൾ എന്നെ വെച്ചിട്ടാണ് പഠിക്കുക. അയ്യോ, ഞാൻ അവിടെ കിടന്നിടത്ത് അവരെ കാണുമ്പോൾ ഞാൻ അധികം ബോധം കെട്ട അവിടെ കിടക്കും. കാരണം അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും ചോദിച്ചാലൊക്കെ മിണ്ടാൻ വയ്യല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മളെ ഈ കൊന്നമരത്തിൻ്റെ വിഷയം വരുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മ ഒരു ദിവസം അമ്മേൻ്റെ അനിയത്തി ഇവിടെ വന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കാണാൻ വന്നപ്പോൾ അമ്മയ്ക്ക് ഇടയ്ക്കൊന്ന് വീട്ടിൽ പോകണമല്ലോ, കാരണം ഫുൾ ടൈം ഹോസ്പിറ്റലിൽ തന്നെയാണല്ലോ, അച്ഛൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കണ്ടേ. അപ്പോൾ അമ്മേൻ്റെ അനിയത്തീനെ എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിലാക്കിയിട്ട് അമ്മ വീട്ടിൽ പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കൊന്ന മുഴുവനും പൂത്ത് കിടക്കുന്നുണ്ട്. കൊന്നയിൽ നിറയെ പൂക്കൾ, കൊന്ന ഫുള്ള് പൂത്ത് സുന്ദരിയായി നിൽക്കുന്നുണ്ട്. അപ്പം എൻ്റെ അമ്മയ്ക്ക് പേടിയായി. കാരണം കൊന്ന കുഴിച്ചിട്ടാൾ ഞാനാണല്ലോ. അപ്പോൾ ഈ കൊന്നമരം ഫുള്ള് പൂത്ത് സുന്ദരിയായി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ മരിച്ചു പോകുന്ന അമ്മ ഉറപ്പിച്ച്. അമ്മയ്ക്ക് പേടിയായി. അമ്മ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അമ്മയ്ക്ക് സമാധാനം. എന്നോട് പറയാനും വയ്യ, എന്നെ പഠിപ്പിക്കാൻ വയ്യല്ലോ. ഇങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ അമ്മ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി ഹോസ്പിറ്റലിൽ എത്തിയ പാടെ കുട്ടിയാറിനെ വിളിച്ച് പറഞ്ഞ് കൊന്നമരം വെട്ടിക്കോളാൻ പറഞ്ഞ്. ഇനി ആ കൊന്നമരം അവിടെ അങ്ങനെ പൂത്ത് തളിർത്ത് നിന്നിട്ട് ഞാനൊന്നും ഇപ്പോൾ ഉണ്ടാ. അങ്ങനെ എനിക്ക് 5 മാസം ഏകദേശമായി. 5 മാസം കഴിഞ്ഞാൽ ഏകദേശം മാറുന്നാണല്ലോ നമ്മുടെ ഒരു ധാരണ. 5 മാസമായ ഛർദി നിൽക്കുന്നതാണല്ലോ നമ്മളൊരു ധാരണ. 3-ൽ നിൽക്കുമെന്ന് പറഞ്ഞു, 3-ൽ നിന്നിട്ടില്ല. 5-ൽ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് 5-ലും ഞാൻ മെഡിക്കൽ കോളേജിലാണ്. എന്താ കാരണം? ഛർദി. ബോധം കെട്ട് ഛർദിക്കാം. അപ്പോൾ 5 മാസം വരെയുള്ള എൻ്റെ ഒരു അവസ്ഥ ഇതാണ്. ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് പറയട്ടെ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടായിരിക്കില്ല. എൻ്റെ ഛർദീൻ്റെ കഥ കേട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം മീൻസ് ഇതിൻ്റെ ബാക്കി ഞാൻ അപ്പോൾ പറഞ്ഞത്. ഇപ്പം 5 മാസമേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.